പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാല വിവാദത്തിനിടെ മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുകയാണ്. നാളെയാണ് ശരിക്കും മന്ത്രിസഭാ യോഗം. എന്നാൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ അസൗകര്യം പ്രമാണിച്ചാണ് ഇന്ന് മന്ത്രിസഭാ യോഗം നടത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പദ്ധതിക്കെതിരെ CPI മന്ത്രിമാർ എതിർപ്പ് അറിയിക്കും എന്നതാണ് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട തടവുകാരെ മോചിപ്പിക്കുന്നതും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൻ്റെ അജണ്ടയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. അലക്സ് റാം, ഗുഡ് മോർണിംഗ്. അലക്സ്, യഥാർത്ഥത്തിൽ CPI ഇതിനെ അംഗീകരിക്കില്ല, പ്രത്യേകിച്ച് ഈ കുടിവെള്ളത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിലും CPI ഉണ്ടാകില്ല എന്ന രീതിയിലാണ് അവർ ഇന്നലെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ എന്ത് പറയും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം. നിസ്സംശയമായി പറയാം, പാലക്കാട് സർക്കാർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വൻകിട മദ്യശാല ബ്രുവറി വിവാദം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പറയാം. ഇതുവരെ പ്രതിപക്ഷത്തിന്റെ എതിർപ്പാണ് സർക്കാരും CPIM-ഉം നേരിട്ടതെങ്കിൽ ഇനി മുതൽ സർക്കാരിനുള്ളിൽ നിന്ന്, മുന്നണിക്കുള്ളിൽ നിന്ന് CPIയുടെ എതിർപ്പ് കൂടി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ആലപ്പുഴയിൽ ചേർന്ന CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവാണ് ഈ ബ്രുവറി അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട തങ്ങളുടെ അതൃപ്തി മുന്നണിയിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചത്. പാലക്കാട് ജില്ലാ ഘടകം നേരത്തെ തന്നെ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഈ ബ്രുവറി അവിടെ സ്ഥാപിക്കുകയാണെങ്കിൽ കുടിവെള്ള പ്രശ്നമുണ്ടാകും, കുടിവെള്ളക്ഷാമം ഉണ്ടാകും, കുടിവെള്ളത്തെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് അത് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് CPI ജില്ലാ ഘടകത്തിൻ്റെ പ്രധാനപ്പെട്ട പരാതികളിലൊന്ന്. കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് CPI പരിഗണിക്കുക എന്നുള്ളത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അത് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിന് അത് മനസ്സിലായി എന്നുള്ളതാണ്. ഗൗരവത്തോടെ ഈ വിഷയം സമീപിക്കുന്നതിൽ CPIക്ക് പിഴവ് പറ്റിയെന്ന സ്വയം വിമർശനവും ഈ എക്സിക്യൂട്ടീവിലുണ്ടായി. തുടർന്ന് ഈ വിഷയം മുന്നണിയിൽ ഉന്നയിക്കാൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്താണെങ്കിലും ഇതിൽ അതൃപ്തി, അതായത് കുടിവെള്ളത്തെ ദോഷകരമായി ബാധിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വൻകിട പദ്ധതി അവിടെ നടപ്പിലാക്കേണ്ട എന്ന CPIയുടെ എതിർപ്പ് കൃത്യമായി മുന്നണിയിൽ ഉന്നയിക്കാനാണ് അവരുടെ തീരുമാനം. നേരത്തെ ഈ വിഷയം മന്ത്രിസഭയുടെ തീരുമാനത്തിൽ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ പരിഗണനയിൽ വന്നിരുന്നു. അന്ന് CPIയുടെ മന്ത്രിമാർ ഈ വിഷയത്തെ അനുകൂലിച്ചായിരുന്നു രംഗത്തെത്തിയത്. അതും കഴിഞ്ഞ ദിവസം ചേർന്ന എക്സിക്യൂട്ടീവിൽ ചർച്ചയായി. അന്ന് മന്ത്രിമാർ എന്താണ് എതിർ അഭിപ്രായം ഉന്നയിക്കാത്തതെന്ന ചോദ്യമുയർന്നു. അതിൽ CPIയുടെ മന്ത്രിമാർ നൽകിയ മറുപടി, ഈ അനുമതി നൽകണമെന്ന നിർദ്ദേശവുമായി ബന്ധപ്പെട്ടതിൽ നയപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് CPIയുടെ നേതൃത്വത്തോട് തന്നെ മന്ത്രിമാർ ചോദിച്ചിരുന്നു. അങ്ങനെ പ്രശ്നമില്ല എന്ന ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് അത്തരമൊരു നിലപാടിലേക്ക് മന്ത്രിസഭാ യോഗത്തിൽ പോകാത്തതെന്നാണ് മന്ത്രിമാരുടെ അന്നത്തെ നിലപാട്. ഇന്നു ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇനി CPIയുടെ മന്ത്രിമാർ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കൃത്യമായി എതിർപ്പ് അറിയിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുമാത്രമല്ല, മറ്റു ചില കാര്യങ്ങൾ കൂടി, അത് ഈ ജയിലിൽ കഴിയുന്ന ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. 9 മണിക്കാണ് ഈ മന്ത്രിസഭാ യോഗം നടക്കുക. സാധാരണഗതിയിൽ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ്. നാളെ കോഴിക്കോട് ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ കോഴിക്കോടേക്ക് പോകാനുള്ളത് കൊണ്ടാണ് ഇന്ന് ചൊവ്വാഴ്ച ഈ മന്ത്രിസഭാ യോഗം ചേരുന്നത്. 9 മണിക്ക് യോഗം ചേരും. അവിടെ CPI മന്ത്രിമാർ എടുക്കുന്ന നിലപാട് എന്തെന്ന് നമുക്ക് അറിയാം.